ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന വലിയ കമ്പനികളിൽപ്പെട്ടൊരു കമ്പനിയാണല്ലോ ആമസോൺ എന്ന് പറയുന്നത്. നമുക്കൊക്കെ പരിചിതമായൊരു കമ്പനിയാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള കമ്പനികളിൽപ്പെട്ട ഒരു കമ്പനിയാണ് ആമസോൺ. ഏതാണ്ട് 12 ലക്ഷം തൊഴിലാളികളാണ് ആമസോൺ കമ്പനിക്ക് കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളികളുടെ മാനുവൽ വർക്കുകളെ മുഴുവൻ അതിൽ 75% ഓട്ടോമേഷൻ നടത്തി കൊണ്ടുപോകാനുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ആമസോൺ അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ 2033 ആകുമ്പോഴേക്ക് അവരുടെ സെയിൽസൊക്കെ ഇരട്ടിയായി വർദ്ധിക്കാനുള്ള ഒരു പ്ലാനാണ് കമ്പനിക്കുള്ളത്. പക്ഷേ കൗതുകകരമായൊരു കാര്യം, 75% ഓട്ടോമേഷൻ കൊണ്ടുവരാൻ വേണ്ടി റോബോട്ടുകളെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് ആമസോൺ കമ്പനി. ഇപ്പോൾ തന്നെ ആമസോണിൻ്റെ പല വെയർ ഹൗസുകളിലും റോബോട്ടുകളാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി കമ്പനിയുടെ 75% ജോബും റോബോട്ടുകൾ വഴി, ഓട്ടോമേഷൻ വഴിയൊക്കെയാണ് നിർവഹിക്കാൻ പോകുന്നത്. അതായത് 10 വർഷത്തിനകം 6 ലക്ഷം ജോലിക്കാർക്ക് പകരം റോബോട്ടുകൾ പണിയെടുക്കും. അത്രയും ജോലി നഷ്ടം റോബോട്ടുകൾ കൊണ്ടുവരും, ഓട്ടോമേഷൻ കൊണ്ടുവരും എന്നർത്ഥം. അടുത്ത വർഷം തന്നെ 1,60,000 ഹയറിങ്ങുകൾ ആമസോൺ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി $12.5 ബില്യൺ ലാഭമാണ് ആമസോണിനുണ്ടാവുക. ഇത്രയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം. അതിനു പകരം റോബോട്ടുകളെ സ്ഥാപിക്കുന്നത് വഴി ബില്യൺ കണക്കിന് ഡോളറുകൾ ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്നു. കമ്പനികളുടെ അടിസ്ഥാനം, ലക്ഷ്യം എല്ലാം ലാഭത്തിൻ്റെ വർധനമാണ്. സ്വാഭാവികമായും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആമസോണിൽ മാത്രം തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. ആമസോൺ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റോബോട്ടുകളെ കൊണ്ടുവരാനുള്ള ഇമ്മീഡിയറ്റ് പദ്ധതികളൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായും വൈകാതെ ഇത് ഇന്ത്യയിലും വരും. ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന് സാരം. ബദലുകൾ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ.